ആദ്യത്തെ ഹാസ്യം, കരുണ. പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. കരുണയൊന്നും എനിക്ക് വരില്ല. എന്റെ കരുണ കൊണ്ടിട്ട് നിങ്ങളൂടെ ചിരിക്കും. ശൃംഗാരം. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? ബീബൽസം. അതെങ്ങനെ? എനിക്കറിയില്ല അതൊന്നും. ശാന്തം. അതിപ്പോൾ അവസ്ഥ തന്നെയാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 മാസത്തോളം ആയിരുന്നു ഞങ്ങൾ പരിചയത്തിലായിട്ട്. ഇനി നിമിഷം വരെ, ഇന്ന് ഞങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് പിരിഞ്ഞ ആൾക്കാരാണ്. ഇനി നിമിഷം വരെ എന്നോടൊരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഒരു മോശം. ഇവിടെ എത്തിപ്പെടുന്ന, ഇവിടെയല്ല, ഫസ്റ്റ് ഞാൻ ഒരുപാട് ദുരന്തങ്ങളിൽ എത്തിപ്പെട്ട ആളാണ്. അവിടെ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇവിടം വരെ എത്തിച്ചേക്കുന്നതാണ്. നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച നാട്ടിൽ ചെല്ലുക, അമ്മയും മോനെയും കാണുക, മരിക്കുക. പച്ചയ്ക്ക് പറയണേ കൂടെ കിടക്കാമോന്ന്. എനിക്കങ്ങനെ കൂടെ കിടക്കണ്ട. എല്ലാവരുടെയും കൂടെ കിടന്ന് ചണ്ടിയായിട്ട് എൻ്റെ ശരീരം കളഞ്ഞിട്ട് ഞാനെന്തിനാ ജീവിക്കുന്നത്? നമസ്കാരം. ടീം മീഡിയയുടെ ടിക്ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കല്യാണം. ആ കല്യാണത്തിന്റെ കല്യാണ പെണ്ണാണ് ഇന്ന് ടീം മീഡിയയുടെ അതിഥി എത്തിയിരിക്കുന്നത്, ശ്രീലക്ഷ്മി. വെൽക്കം ശ്രീലക്ഷ്മി. താങ്ക് യു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറലായ ഒരു കല്യാണത്തിന്റെ കല്യാണ പെണ്ണാണ്. അതെ. എവിടെ കല്യാണ ചെക്കൻ? എവിടെ? ചെക്കൻ്റെ വീട്ടിൽ. ചെക്കൻ വന്നിട്ടില്ല? ഇല്ല. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അലൻ എന്നെ ഒരു ഷോർട്ട് ഫിലിമും ഒരു റീലും ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അലനെ പരിചയപ്പെടുന്ന, എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉള്ള ദിവസം തന്നെ അലനും അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അലൻ അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഹായ് അലനെ, സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ സംസാരിച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. അപ്പം തന്നെ അലൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമോ, ഒരു റീലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അലനോട് പറഞ്ഞു, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് റീലും ഷോർട്ട് ഫിലിമും ഒക്കെ, നമുക്ക് എന്തെങ്കിലും മാറ്റിയൊന്ന് പിടിക്കാം, ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അലൻ ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നിയൊരു സംഭവം, ഒരു കല്യാണം പോലെ അങ്ങ് കാണിച്ചാലോ, ഒരു മാലയിട്ട് നമുക്ക് കൈ പിടിച്ച് നടക്കാം, എന്നിട്ട് ചുമ്മാ അങ്ങ് പറയാമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്ന്. അങ്ങനെ തോന്നിയൊരു ചെറിയ സാധനമായിരുന്നു. അത്രയും വലിയ സംഭവമായിരുന്നു. അപ്പൊ ഒന്ന് വൈറലാവാൻ വേണ്ടി ഒന്ന് കല്യാണം കഴിച്ചതാണോ? ഫോട്ടോഷൂട്ട് എന്തായാലും വൈറലാവും അറിയാം, കല്യാണ ഫോട്ടോഷൂട്ട് ആണല്ലോ. അപ്പോൾ അത്രയും വൈറലാവും എന്ന് വിചാരിച്ചില്ല. ഒരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അത് അത്രയും കൂടെ വൈറലായി മാറി. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ മീഡിയ? അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്തത്. അല്ല, മീഡിയയുടെ അടുത്ത് തുറന്ന് പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞതാണ്, അലൻ എന്താണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? അറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ, അലനോട് ഞാനിങ്ങനെ പറയാൻ പോവാണ്, നമുക്ക് ചുമ്മാ ഒരു ഇത്, ആൾക്കാർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം, അത്രേ ഉള്ളൂ. അലനോട് പറഞ്ഞപ്പോൾ അലൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതൊരു എന്താ, നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു റീല് ചെയ്യുമ്പോൾ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് ഡയലോഗും പറഞ്ഞൊരു സംഭവം, അന്നേരം തോന്നിയൊരു സംഭവം ചെയ്തതാണ്. അപ്പൊ കണ്ട ആൾക്കാർ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു പോയി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതി? അല്ല, എന്റെ സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ശരിക്കും കല്യാണം കഴിഞ്ഞു. ആക്ടിങ്. എന്നിട്ട് അത് മാറ്റി പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? അത് പിറ്റേന്ന് തന്നെ നമ്മൾ മാറ്റി പറഞ്ഞു. ഇല്ല, ഞാൻ കണ്ടെടുത്തോളം കുറെ ആൾക്കാർ അത് തമാശയായിട്ട് എടുത്തേക്കുന്നത്, എല്ലാവരും ചിരിച്ചു കളഞ്ഞൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയും, കുറച്ച് ആൾക്കാർ പോസിറ്റീവ് പറയും. അലനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ തമാശയായിട്ട് എടുത്ത്. അതുപോലെ അലൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടായിരുന്നു, എനിക്ക് കുറെ കഴിഞ്ഞപ്പോ വേണ്ടായിരുന്നു തോന്നി, കുറെ കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അവനുണ്ടായെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇന്റർവ്യൂവിൽ അല്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വേണ്ടായിരുന്നു തോന്നിയെന്ന്. കല്യാണല്ലേ, അത് ഭയങ്കരമായിട്ട് ചിത്രീകരിച്ചു പോയപ്പോ. അപ്പൊ അലനെ വെച്ച് ഒന്ന് ഫേമസ് ആവാൻ നോക്കിയതാണെന്ന്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ദാസേട്ടൻ ഫേമസ് അല്ലേ, ദാസേട്ടൻ്റെ കൂടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ അത്യാവശ്യം തന്നെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട്, അതിലും ആൾക്കാർക്ക് എന്നെ അറിയുന്നതാണ്. അപ്പോൾ അലനെ വെച്ചിട്ട് ഫേമസ് ആവേണ്ട കാര്യമില്ല. അലനാണ് ആവശ്യപ്പെട്ടെ, അലനൊരു വർക്ക് ചെയ്യണം വരുമോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഇതുപോലെ അല്ലേ, നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തു. ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് നമ്മുടെ അലൻ ജോസ് പെരേരയുടെ വൈഫ് അല്ലെങ്കിൽ അലൻ ജോസിന്റെ പെണ്ണെന്നുള്ളൊരു ലേബൽ ഉണ്ട് മൊത്തത്തിലൊരു സോഷ്യൽ മീഡിയയിൽ. ആ ലേബൽ എങ്ങനെ, ഇഷ്ടമാണോ? അലൻ ജോസിന്റെ പെണ്ണാണെന്ന് ഉൾക്കൊള്ളുന്നില്ല, കാരണം ആ വീഡിയോസിന് വേണ്ടി ചെയ്തു. പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വെറുതെ ചെയ്തതാണ്. പിന്നെ ആൾക്കാരങ്ങനെ പറയുന്നത് ഞാൻ എന്താ പറയാനാ. എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തണേ? അലനെയും ദാസേട്ടനൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഞാൻ 2ാമത്തെ വർഷമാണ് കൊച്ചിയിൽ വന്നിട്ട്, അഭിനയമോഹം കാരണം വന്നതാണ്. 2 വർഷത്തോളം ആവുന്നു ദാസേട്ടനെ പരിചയമായിട്ട്.
എന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ്റെ വീഡിയോസിലൂടെയാണ് ഞാൻ ആൾക്കാരിലേക്ക് എത്തി വന്നത്. അലനെ ഇപ്പോഴാണ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വെച്ച് കണ്ട്. അപ്പൊ ദാസേട്ടനോട് പറഞ്ഞു അലന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആ ചെയ്യുന്നുണ്ട്. ദാസേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ദാസേട്ടന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ചെയ്യുന്നു പറഞ്ഞു. ഇതൊക്കെ ഒരു ആക്ടിങ് അല്ലേ, നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്നതല്ലേ, അത് അങ്ങനെയല്ലേ കാണുള്ളൂ. അങ്ങനെ പറഞ്ഞു അലനെ ഇപ്പൊ പരിചയപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. പരിചയപ്പെടുത്തോളം എങ്ങനെയുണ്ട് ആള്? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ നല്ല മനുഷ്യൻ. പരിചയപ്പെട്ടതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്തേ, ഞാനൊരു ഹായ് അയക്കും, അലനും ഒരു ഹായ് അയക്കും. സുഖമാണോ അലനെന്ന് ചോദിക്കും, സുഖമാണ്. ശ്രീലക്ഷ്മിക്ക് സുഖമാണോ, കഴിഞ്ഞ്. എല്ലാവരും പറയും അലൻ മോശമായിട്ട് ഇങ്ങനെ പെരുമാറി, പെണ്ണുങ്ങളോട് അങ്ങനെ പെരുമാറി. ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 മാസത്തോളം ആയിരുന്നു ഞങ്ങൾ പരിചയത്തിലായിട്ട്. ഇനി നിമിഷം വരെ, ഇന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിരിഞ്ഞ ആൾക്കാരാണ്, ഇനി നിമിഷം വരെ എന്നോടൊരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഒരു മോശം കാണിച്ചിട്ടുള്ള ആളല്ല അലൻ. അപ്പം എനിക്ക് അലൻ നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസിന്റെ ഇടയിൽ ഒരുപാട് കമന്റ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കമന്റ് വരുമ്പോൾ എങ്ങനെയാണ് ശ്രീലക്ഷ്മി അതിനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ കമന്റ് വായിക്കാറ് പോലും ഇല്ല. വായിക്കാറില്ല? അറിയുന്നില്ല ഒന്നും പറയുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നെഗറ്റീവ് കേട്ടോണ്ടിരുന്ന അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ആരും നല്ലതാണെന്ന് ഒരാളും പറയില്ല, നമ്മൾ നല്ലത് ചെയ്താലും പറയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടുതലും നെഗറ്റീവ് അല്ലേ ഇടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോകുന്നത്? അവർ പറയുന്നവർ പറയും, അവിടെ കിടന്ന് മെസ്സേജ് അയക്കുമോ, ടൈപ്പ് ചെയ്യുമോ, കമൻറ്റ് ഇടുമോ, ഞാനൊന്നും നോക്കാറില്ല. അപ്പോൾ പുതിയൊരു കമന്റ് വന്നത് രേണുസുതിക്ക് ഒരു എതിരാളി എന്നുള്ള രീതിയിലാണ് ശ്രീലക്ഷ്മിനെ പലരും കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു കമന്റിനോട് പ്രതികരിക്കുന്നത്? കാവ്യമാധവൻ വന്നുകൊണ്ട് നവ്യ നായർ ഔട്ടാവോ? ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയാണെന്നല്ല. ഇപ്പോൾ സുധിയുടെ സ്ഥാനം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അതിനിപ്പോൾ പുതിയൊരാൾ വന്നുകൊണ്ട് ഒരിക്കലും രേണുവിനൊരു എതിരാളിയോ അല്ലെ രേണുവിനെ ചവിട്ടി തേക്കാനോ അല്ല. ഓരോരുത്തരും നല്ല കൂട്ടുള്ള ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കൊരിക്കലും സുധി അടിച്ചമർത്തിയിട്ട് എന്ത് കിട്ടാനാ? രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ആളാണ്, ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എനിക്കൊരിക്കലും രേണുവിനെ അടിച്ചമർത്തിയിട്ടൊന്നും കിട്ടാനില്ല. ഞാൻ എൻ്റെ ജീവിതമാർഗം നോക്കി പോന്നു, രേണുവിൻ്റെ ജീവിതമാർഗം നോക്കി. രേണു കണ്ടിരുന്നോ ഈ ഒരു വീഡിയോ, കല്യാണ വീഡിയോ? കണ്ടിരുന്നു. എന്താ അഭിപ്രായം പറഞ്ഞു? തമാശക്ക് ഓൾ ദ ബെസ്റ്റ് ഇടി പെണ്ണെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ റീൽസിനൊക്കെ വരുന്ന ഒരുപാട് കമന്റ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആയിട്ട് ചില രീതിയിലുള്ള വീഡിയോസ് ഒക്കെ അവൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ വന്നതിൽ വെച്ച് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു കമന്റ് ശ്രീലക്ഷ്മിനെ ബാധിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അതെന്തായിരുന്നു? എനിക്കൊന്നും ബാധിച്ചിട്ടില്ല, ഞാൻ കമന്റ് നോക്കാറില്ല. പൊതുവെ നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പറയലോ അങ്ങനെ എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്യണം, എന്ത് റീല് ചെയ്യണം, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ. രണ്ടാമതൊരാൾ എന്നോട് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ സംസാരിക്കും, ഇല്ലെങ്കിൽ ഞാനത് വിട്ടുകളയും. എൻ്റെ ചെവി കേൾക്കാത്തൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം. പ്രതികരിക്കല്ല ആർക്കും, അവർ പ്രതികരിച്ചോട്ടെ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. പ്രതികരിക്കുന്ന ആൾക്കാരൊന്നും എൻ്റെ വയറ്റിലോട്ട് പോകുന്നത് തരില്ല. ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക്. എന്താ ശ്രീലക്ഷ്മി എന്താണ് പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോയായിരുന്നു. കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ എത്തി. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്? ഇവിടെയല്ല, ഫസ്റ്റ് ഞാൻ ഒരുപാട് ദുരന്തങ്ങളിൽ എത്തിപ്പെട്ട ആളാണ്. അവിടെ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇവിടം വരെ എത്തിച്ചേക്കുന്നതാണ്. ഒരാളും എനിക്ക് സപ്പോർട്ടായിട്ടോ എനിക്ക് മുന്നിലോ പിന്നിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് എത്തിയതാണ് ഇവിടെ വരെ. അതിപ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ എത്തി എന്ന് പറയുന്നത്. എനിക്കതൊരു വലിയ സംഭവമാണ്. കാരണം ഇനിയൊരു ജീവിതം ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നെങ്കിൽ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ ആണെങ്കിൽ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ഒരു പ്രവാസ ജീവിതത്തെ കുറിച്ച് ശ്രീലക്ഷ്മി പലയിടത്തും തുറന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ദുരിതപൂർണമായ ഒരു പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയായിരുന്നു പ്രവാസിയായിട്ട് മാറുന്നത്? ശരിക്കും എനിക്കറിയാവുന്ന ഒരാളുടെ അടുത്ത് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് അവരാണ് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. കുവൈറ്റിലേക്കായിരുന്നു. അപ്പോൾ എന്ത് ജോലി ചെയ്യാമെന്ന് ചോദിച്ചപ്പം ബേബീസിനെ, കുഞ്ഞു കുട്ടികളെ നോക്കുന്നത് ചെയ്യാം, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പുറത്ത് എനിക്ക് വിസ അടിച്ച് തരണം. അതിനുള്ള ക്യാഷ് ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞു അവർക്ക്. ആരുടെയും വീട്ടിലോ അറബികളുടെ വീട്ടിലോ ഒന്നും നിൽക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ ജോലിക്ക് പോവുക, കുട്ടികളെ നോക്കുക, വൈകിട്ട് തിരിച്ചെൻ്റെ റൂമിൽ വരിക, അങ്ങനെ ഒരു ഇതിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ കൊണ്ടുപോയിട്ട് ഒരു അറബിയുടെ വീട്ടിൽ വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞ് 3-4 ദിവസം ഇവിടെ നിൽക്കണം, കൂടിപ്പോയ ഒരാഴ്ച നിൽക്കണം, ഇവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നീ ഓക്കെ ആണെങ്കിൽ അവർ വിസ അടിക്കും, വിസയുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാൻ അവിടെ നിന്നു. 3-4 മാസവും 3-4 ദിവസവും 3-4 ആഴ്ചയൊക്കെ ആയിട്ടും
അവിടെ തന്നെ, അവിടെ നിന്നും പോകുന്നില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഫോൺ വിളിക്കാൻ അവർ തരുമായിരുന്നു, ഫോണൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയവരെ തന്നെ വിളിച്ച് ചോദിക്കും. അവർ പറയും കുറച്ചുകൂടെ നിൽക്കുക, അവർ വിസ അടിച്ചു തരും, വിസയുടെ കാര്യങ്ങൾ നടക്കുക. പിന്നെ അവരുമായിട്ടും ബന്ധമില്ലാതായി. അങ്ങനെ അവിടെ ഫുഡും ഇല്ല, കഴിക്കാനും കുടിക്കാനും ഇല്ലാതെയും, നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അടിയും വേസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അവസാനം രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല, ആരും രക്ഷിക്കാനും അവിടെ വരാനില്ല. ഇറങ്ങി ആ വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്നു. നാട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഇല്ല. ഇടയ്ക്ക് ഫോൺ കിട്ടിയ കുഞ്ഞെന്ന് പൊടി, എനിക്കൊരു മോനുണ്ട്, കുഞ്ഞ് പൊടിയാണ്. കുഞ്ഞിനെ കാണാൻ പോലും വിളിക്കാൻ പറ്റാതെ എനിക്ക് അത്രയ്ക്കൊരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് ജീവിച്ച് ഞാൻ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വീണ്ടും ഈ കൊണ്ടുപോയത് തന്നെ. ഫോണ് എനിക്ക് സമയത്ത് കിട്ടിയായിരുന്നു, ഓടുന്ന സമയത്ത് ഫോണും എടുത്തിട്ടാണ് ഓടുന്നതൊക്കെ. അന്നേരം അവർ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ അറബി നിനക്ക് പാസ്പോർട്ട് തിരിച്ചു തരും, അവരുടെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവരെ വിശ്വസിച്ച് പിന്നെ അവരുടെ അടുത്തോട്ട് തന്നെ പോയി. എന്നെ ചതിച്ചവരുടെ അടുത്ത് തന്നെ വീണ്ടും ചെന്നു. അവർ രക്ഷിക്കുമല്ലോ, അവർക്കല്ലേ രക്ഷിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ചെന്നു. അവരൊരു ചായയൊക്കെ വാങ്ങി തന്നു. ഇനി അറബി പാസ്പോർട്ട് തരും, അത് വാങ്ങാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചുറ്റും പോലീസുകാരുണ്ട്, കുവൈറ്റ് പോലീസ്. അവർ ജയിലിലാക്കി. അവരുടെ വീട്ടിൽ നിന്ന് കെദ്ദാമയാണല്ലോ. അപ്പോൾ നമ്മൾ പോയ ജോലിയൊന്നും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കെദ്ദാമ ആ വീട്ടിൽ നിന്ന് ചാടി പോകുമ്പോൾ രക്ഷപ്പെടാൻ ഞാൻ ചാടിയതാണ്. പക്ഷേ രക്ഷപ്പെടാൻ ചാടിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എംബസിയിലെത്തിയാൽ നമുക്ക് നാട്ടിലെത്താം. എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ എംബസി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ തിരിച്ച് അറബിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ എംബസി നമ്മളെ നാട്ടിൽ കയറ്റി വിടും. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ വീണ്ടും അവർ തന്നെ ചതിച്ചു. അപ്പോൾ ഏത് വർഷമായിരുന്നു ഈ 20-21 വർഷം. അപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 21-22 വയസ്സ്. ആ പ്രായത്തിലാണ്. ആ പ്രായത്തിലാണ് സംഭവിച്ചത്. ജയിലിൽ കിടന്നു പറഞ്ഞു. ജയിലിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ പുറത്തൊക്കെ വരുന്നത്? ജയിലിൽ 2 മാസത്തോളം കിടന്നു. ഓരോരോ ജയിലിലായിട്ട് നമ്മളെ ഇങ്ങനെ കിടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഇന്ത്യൻ എംബസി ഇടപെട്ടു, കയറ്റി വിട്ടു അവർ. പിന്നെ എന്നെ നിർത്തിയിരുന്ന അറബിയുടെ അച്ഛൻ്റെ പേരിലായിരുന്നു എൻ്റെ വിസ. പുള്ളിക്കാരൻ ആകെ എനിക്കൊരു സപ്പോർട്ടെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരനുള്ള പ്രായമുള്ള അച്ഛനാ. പുള്ളി എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് എംബസി കൊടുത്തുകൊണ്ട് എനിക്ക് പാസ്പോർട്ടോട് കൂടി നാട്ടിൽ വരാൻ പറ്റി. ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവർക്ക് പാസ്പോർട്ടൊന്നും ഇല്ല, വൈറ്റ് പാസ്പോർട്ട് അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണ് കയറി വരിക. എനിക്ക് എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് അവർ കൊണ്ട് കൊടുത്തു പുള്ളിക്കാരൻ. അങ്ങനെ നാട്ടിൽ കയറി വന്നു. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച നാട്ടിൽ ചെല്ലുക, അമ്മയും മോനെയും കാണുക, മരിക്കുക. ജയിലിൽ കിടന്ന പെണ്ണാണല്ലോ, പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ പോലെ എനിക്ക് സംസാരിക്കാനുള്ള അതുപോലും അന്നില്ല. ഇന്ന് ഞാൻ ആരെയും മുഖത്ത് നോക്കി സംസാരിക്കേണ്ടിടം വന്ന അന്ന് എനിക്ക് നോന്ന് പോലും പറയാൻ അറിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് ചെന്നാൽ പിന്നെ ഒരു ജീവിതം ഇല്ലയെന്ന് വിചാരിച്ച് പോയ ആളാണ് ഞാൻ. നാട്ടിൽ ചെന്നു അമ്മയും കുഞ്ഞിനെയും കണ്ടപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നാൽ എനിക്ക് UAE ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. എന്നോടല്ല, നാട്ടിൽ കുറച്ച് ആൾക്കാരോട്. അങ്ങനെ ആ ചേച്ചി ബന്ധപ്പെട്ട്, പ്രിയ എന്നാ പേര്, ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്നെ UAE കൊണ്ടുപോയി, പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. ഒരുപാട് കടങ്ങളായിരുന്നു. കുവൈറ്റിലേക്ക് പോയ സമയത്ത് ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, 3-4 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. ആ പൈസയും ഞാൻ ആ വീട്ടിൽ ജോലി ചെയ്ത ക്യാഷുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ നാട്ടിൽ കുറേ ലോൺ എടുത്തിട്ടൊക്കെയായിരുന്നു ഞാൻ ആ പൈസ അയച്ചു കൊടുത്തത് അവർക്ക്. പിന്നെ ലോണൊക്കെ എങ്ങനെയാണ്? ഞാൻ UAE പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മേനും മോനും കണ്ടപ്പോൾ അവരെ നോക്കണമല്ലോ, ജീവിക്കണമെന്ന് തോന്നി. അപ്പോൾ അവരെ കണ്ടപ്പോൾ മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്നൊരു തോന്നലപ്പോൾ തോന്നി. പിന്നെ ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്നു, നിനക്കൊരു ജീവിതം ഉണ്ട്, ഇനിയുണ്ട്, വിഷമിച്ചിരിക്കണ്ട, നമുക്ക് ഞാൻ നിന്നെ UAE കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയിരുന്നു. UAE എന്തായിരുന്നു ജോലി? ഫസ്റ്റ് ഞാൻ പോകുന്ന ഒരു വെയിറ്ററസ് ആയിട്ടാണ്. കാരണം എനിക്ക് അത്രക്കുള്ള വിദ്യാഭ്യാസമുള്ളൂ. UAE പോയാൽ വലിയ ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റെക്കമെൻഡ് പേരിൽ ഞാൻ കയറി. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് വരുന്ന കുട്ടികളുടെ കൂടെ ഒന്നും പഠിക്കാത്ത ഞാൻ അവിടെ അടിപൊളിയായിട്ട് ജോലി ചെയ്തു. പിന്നെ എനിക്ക് ഒരു ബില്ലിങ്ങിലേക്ക് മാറ്റി, റിസപ്ഷനിലിരുത്തി. അങ്ങനെ എൻ്റെ കടങ്ങളൊക്കെ വീടി. പിന്നെ ചെറുതിലെ മുതലേ എനിക്ക് ആഗ്രഹമായിരുന്നു അഭിനയിക്കണമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ 2 വർഷം കൊണ്ട് നാട്ടിൽ അഭിനയം മോഹമായി എത്തിയത്. അത് നാട്ടിൽ വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ് അടുത്തൊരു വൈറൽ താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വൈറൽ താരത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ അലൻ ജോസ് പെരേരയുമായിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പിന്നെ വൈറലാവായിരുന്നു ചെയ്തത്. അതുവരെ ശ്രീലക്ഷ്മി അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇതിനുശേഷം ഭയങ്കരമായിട്ട് അങ്ങോട്ട് വൈറലായി. അതിനുശേഷം എന്ത് മാറ്റമാണ് വന്നേക്കിട്ടോ? മാറ്റങ്ങൾ എന്ത്, എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാൻ ആ ശ്രീലക്ഷ്മി തന്നെ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ശ്രീലക്ഷ്മി അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചറിയുന്ന ആൾക്കാർ. ഞാൻ ഫുള്ള് ഹാപ്പി. ഓഫറുകളൊക്കെ വരാറുണ്ടോ കൂടുതലായിട്ട്? ഷോർട്ട് ഫിലിമിൻ്റെ വെബ് സീരീസ്, ഒരു തമിഴും മലയാളം സംസാരിച്ച് വെച്ചേക്കുന്ന മൂവി. കുഴപ്പമില്ലാതെ പോകുന്നു. ശ്രീലക്ഷ്മിക്ക് രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല.
രാഷ്ട്രീയം വോട്ട് പോലും ചെയ്തിട്ടില്ല. വോട്ട് പോലും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 29. ഇത്ര വയസ്സിൽ വോട്ട് ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ, മതം, കളറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും എനിക്ക് ഞാനായിട്ട് തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ശ്രീലക്ഷ്മിക്കെതിരെ വന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമന്റ്, നെഗറ്റീവ് കമന്റുകളേക്കാൾ അപ്പുറം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന കമന്റ്, നല്ല ബ്യൂട്ടിഫുൾ സ്മൈൽ ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ ഉണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് കമന്റ് ആണത്. വന്ന നെഗറ്റീവ് കമന്റുകൾക്കിടയിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കമന്റ്. എന്ത് തോന്നുന്നു? സന്തോഷം. അപ്പോഴും സന്തോഷം മാത്രം. ഈ ഫീൽഡ് അല്ലെങ്കിൽ പിന്നെ ഏത് ജോലിയായിരിക്കും ചെയ്യാം? ഇതാണ് എനിക്കിഷ്ടം. ഞാൻ എത്താൻ പറ്റുന്ന അത്രയും ശ്രമിക്കും. അതപ്പോ എത്തിയില്ലെങ്കിൽ അപ്പോൾ അടുത്ത എന്തെങ്കിലും ജോലി നോക്കി പോവും, അത്രേ ഉള്ളൂ. ബിഗ് ബോസിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? വിളിച്ചാ പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ വിളി വന്നിരുന്നോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ഒന്നും വന്നില്ല. അപ്പൊ ബിഗ് ബോസിന്റെ ഒരു സീസണാണ്, എല്ലാവരും ബിഗ് ബോസിൽ പോകാനോ അറിയണ ഒരു സീസണാണ്. അപ്പൊ വിളി വന്നിട്ടില്ല. ഇല്ല. ഇനി നമുക്ക് അടുത്തൊരു ഫൺ സെഗ്മെന്റിലേക്ക് നടന്നാലോ? അപ്പൊ എന്നാലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന് ശ്രീലക്ഷ്മി യെസ് ഓർ നോ ആയിട്ടോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ആയിട്ടുള്ള ഒരു റിയാക്ഷനോ നമുക്ക് തരണം. ഓക്കെ. റീച്ച് ആകാൻ വേണ്ടി മനഃപൂർവ്വം പലതും അറിഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, യെസ് ഓർ നോ? ഇല്ല, വന്നിട്ടില്ല. എൻ്റെ ഇഷ്ടത്തോടല്ലേ ഞാൻ ചെയ്യുക, ഞാനല്ലേ ചെയ്തേക്കുന്നത്, അപ്പം അതെൻ്റെ ഇഷ്ടത്തോടല്ലേ. പിന്നെ റീച്ച് ആവാനാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ പിന്നെ കഞ്ഞിയും ചോറും ഒന്നും കിട്ടില്ലല്ലോ. റീച്ച് ആവാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുക, റീച്ച് ആവാൻ വേണ്ടിയാ. അടുത്തൊരു ചോദ്യം, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവരൊരൊറ്റ വേർഡില് ഡിസ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റത്തെ ആള് അലൻ ജോസ് പെരേര. നല്ല മനുഷ്യനാണ്, എനിക്കിഷ്ടമാണ് അലനെ. എല്ലാവരെയും പോലെയല്ല, ശുദ്ധഹൃദയനാണ്. ആരെയും ദ്രോഹിക്കണമെന്നില്ല. ആരെങ്കിലും അടിച്ച് അത് കൊണ്ടുകൊണ്ട് പോലും തിരിച്ച് അവന് പ്രതികരിക്കുക കൂടിയില്ല. അങ്ങനത്തെ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. രേണു സുധി. നല്ല ആളാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു, ഉയരങ്ങളിലെത്തട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാസേട്ടൻ കോഴിക്കോട്. എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്, ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കാനും കാരണം ദാസേട്ടനാണ്. ദൈവത്തെ പോലെ കാണും. മറ്റൊരാൾ ആറാട്ടണനാണ്. ആറാട്ടനെ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ളൊരു പാവ മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു, എങ്കിലും നല്ല മനുഷ്യനാണ്. എന്താണ് പറഞ്ഞത്? എന്തോന്ന് എനിക്കറിയില്ല, എന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറാട്ടണയിലേക്ക് മാറ്റി എന്നുള്ള കമന്റുകൾ വരെ ഉണ്ടായിരുന്നു. എനിക്ക് കളറ് കുറവാണെന്നാണ് തോന്നുന്നു. അലൻ ജോസ് കണ്ടുപിടിച്ച പെണ്ണ് കൊള്ളാം, പക്ഷെ കളറ് കുറവാണെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിയോട് ചോദിച്ചു, കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു സംസാരിച്ചിട്ട്. എനിക്ക് വലിയ പരിചയമില്ല അവരെയൊന്നും, പക്ഷെ കണ്ടപ്പോൾ പാവമായിട്ട് തോന്നി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കിട്ടിയതിൽ വെച്ച് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു അനുഭവം ഈ ഫീൽഡിൽ വന്നതിന് ശേഷം. കമന്റ് ആണോ അതോ അനുഭവം? ഈ ഫീൽഡിൽ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവമോ കമന്റോ? അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുക. പച്ചയ്ക്ക് പറയണേ കൂടെ കിടക്കാമോന്ന്. കൂടെ കിടക്കാമെങ്കിൽ അവസരം തരാമെന്നാ ചോദിച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ കൂടെ കിടക്കണ്ട. എല്ലാവരുടെയും കൂടെ കിടന്ന് ചണ്ടിയായിട്ട് എൻ്റെ ശരീരം കളഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അതിലും എത്രയോ ഭേദമാണ് സോഷ്യൽ മീഡിയ. അലൻ ജോസ്, ദാസേട്ടൻ, അവരൊക്കെ എത്രയോ ഭേദമാണ്. അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്തതോ അല്ല എന്നെ ഇവിടം വരെ എത്തിച്ചതൊന്നും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ശ്രീലക്ഷ്മിയുടെ ഫോണിലെ ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് അതെന്തായിരുന്നു? അയ്യോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ ഒന്നും സെർച്ച് ഒന്നും ചെയ്തു. ഒന്ന് നോക്കാവോ ഫോൺ എടുത്ത്? ഫോണൊന്നും തരുമോ? ഒന്നും ചെയ്യാതെ. നിതിൻ സത്യ ആരാണെന്ന്? ആര്? നിതിൻ സത്യ, ഇന്ത്യൻ ആക്ടർ ആൻഡ് ഫിലിം പ്രൊഡ്യൂസർ. എനിക്കൊരാള് ഈ പുള്ളിക്കാരൻ ഒരു ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഏത് ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണെന്ന് നോക്കാം. ശ്രീലക്ഷ്മിയുടെ കോണ്ടാക്റ്റിലുള്ള ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയുടെ നമ്പർ കോണ്ടാക്ട് ആരാണത്? ദാസേട്ടൻ, അലൻ ജോസ്, രേണു ചേച്ചി, അവരൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞങ്ങൾ കുറച്ച് ഭാവങ്ങൾ പറയും, ആ ഭാവങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യത്തെ ഹാസ്യം, കരുണ. കരുണയൊന്നും എനിക്ക് വരില്ല, എന്റെ കരുണ കൊണ്ടിട്ട് നിങ്ങളൂടെ ചിരിക്കും. ശൃംഗാരം, അത്ഭുതം, ബീബൽസൻ. അതെങ്ങനെ? എനിക്കറിയില്ല അതൊന്നും. വീരം, രൗദ്രം എനിക്ക് വരൂല, അങ്ങനത്തെ ഒന്നും വരില്ല. ഓക്കെ ശരി. ശാന്തം, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് ഇതുപോലെ ആകണം എന്ന് തോന്നിയ ഒരു റോൾ മോഡൽ ഉണ്ടോ? ഏതായത് ഈ ഫീൽഡിൽ തന്നെ എനിക്ക് ഇതുപോലെ ആയാൽ? ഉർവശിമ.
ഉർവശി പോലെ ആവണമെന്നല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഉർവശി മാമിനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഉർവശിയുടെ ഒരു 5 സിനിമകൾ പറയാമോ? എനിക്കറിയില്ല. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ഇഷ്ടം തോന്നാൻ? സ്ത്രീധനം ഒക്കെ ഇഷ്ടം. സ്ത്രീധനം. പിന്നെ പിന്നെ ഏതോടാ, എനിക്ക് വരത്തില്ല. അങ്ങനൊന്നും പെട്ടെന്ന് ചോദിച്ചൊന്നും വരില്ല. കണ്ടിട്ടില്ലേ ഉർവശി? ഉണ്ട്, കൊറേ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വരില്ല. ഓക്കെ. സ്ഫടികം ഭയങ്കര ഇഷ്ടമാണ്. സ്ഫടികം ഞാനിപ്പോ റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ശല്യം കാരണം ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസറിനെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യെസ് ഓർ നോ? കൊറേ ആൾക്കാർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിക്കില്ല, എനിക്കറിയില്ല. എന്തൊക്കെയാണ് അവർ പറയുന്നത്? കാണാൻ പറ്റുമോ, നേരിട്ട് കാണാൻ പറ്റുമോ, എത്ര ക്യാഷ് വേണേലും തരാം. പിന്നെന്താ, എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലോ, ഒരു കാര്യമില്ല, വിളിച്ചുകൊണ്ടിരിക്കുക, കട്ട് ചെയ്താലും വിളിച്ചോണ്ടിരിക്കുക, അങ്ങനെയുള്ളവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടാണെന്ന് പറയും. ഫോട്ടോഷൂട്ടൊന്നും അല്ല, വെറുതെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയുള്ളവരെയൊക്കെ. അപ്പൊ ഇപ്പോഴും ഈ ഫീൽഡിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫീൽഡിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ പേരിൽ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനെതിരെ പലരും വെളിപ്പെടുത്തലുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പേര് വെളിപ്പെടുത്തണമെന്നുണ്ടോ? ആരുടെയും പേര് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെയുള്ള ടീമൊന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല, അവരിലേക്ക് ഡയറക്റ്റ്. അതിന് മുന്നീട് അങ്ങ് ലാസ്റ്റ് വരെ കിടക്കുന്നവരുണ്ടല്ലോ, നമുക്ക് ഇവരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കണമല്ലോ, അങ്ങനെയുള്ള ടീംസാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. അവരോടൊക്കെ എങ്ങനെയാണ് റിയേറ്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് താല്പര്യമില്ല. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ എപ്പോഴെങ്കിലും സിനിമയിൽ കയറുമ്പം കയറിയാൽ മതി. ഇനിയിപ്പോൾ എന്നെ ആരും സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ പേരിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എനിക്ക് കയറണ്ട. ഫോൺ കോളാണ്, ഒരു പ്രാങ്ക് കോൾ ചെയ്യണം. നമ്മുടെ അലൻ ജോസ് പെരേരനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് കോൾ ചെയ്യണം. വിളിച്ചിട്ട് പറയണം, എനിക്ക് ശരിക്കും കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അലൻ എന്ന് പറയണം. അതിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വിളിച്ചൊക്കെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ എന്തൊക്കെ തിരക്കാണ്, പക്ഷെ വിളിച്ചു നോക്കാം. എടുക്കുന്നില്ല, എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. രേണു ചേച്ചിനെ വിളിച്ചിട്ട് പറയാമോ? രേണു ചേച്ചി, നമുക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, ഞാൻ രേണു ചേച്ചിക്ക് എതിരാളിയായിട്ട് മാറാണെന്ന് പറയുന്നു, ഭയങ്കര റൂമറൊക്കെ വരുന്നു. എടുക്കുമോന്ന് അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാം. വിളിച്ചു നോക്ക്. എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ വല്ലാത്ത അവസ്ഥയാണല്ലോ. വിളിച്ചു നോക്കാം. രേണു ചേച്ചി ഇനാഗ്രേഷൻ ഉണ്ട് എറണാകുളത്ത്, എടുക്കുമെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്തെടുക്കുവാ, സുഖമാണോ? ഞാൻ കണ്ടായിരുന്നു ചേച്ചി. ഷൂട്ടിലല്ല, ഇപ്പൊ ഫ്രീയാ ചേച്ചി. പിന്നെ ഞാൻ ചേച്ചി അടിച്ചമർത്താൻ വേണ്ടിട്ടായി ഫീൽഡിൽ വരുന്നു. എന്നാ ഇട്ടോ ചേച്ചി, ഇട്ടോ. അപ്പൊ എനിക്കൊരു സമാധാനാവും. എല്ലാരും പറയുന്ന ചേച്ചിയെ താഴ്ത്തി കെട്ടാനോ അടിച്ചമർത്താനോ വേണ്ടിട്ട്. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി. അതെ, ഞാനും അത് പറഞ്ഞു. പക്ഷെ എല്ലാരും പറഞ്ഞു പിന്നെ ഞാൻ കാരണം ചേച്ചിക്ക് അവസരം പോവും, അങ്ങനെ എന്താ ചേച്ചി? ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, ശരി. പ്രാങ്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, നാളെ ഇനി വീഡിയോ ഇടോ? വെയിറ്റിംഗ്, ഞാൻ വിളിച്ചോണ്ടിരിക്കും. ചേച്ചി ഒരു മിനിറ്റ് വെക്കല്ലേ. ഹലോ രേണു ചേച്ചി, ഇത് ടീം മീഡിയന്നാണ്. നേരത്തെ വിളിച്ചത് ഒരു പ്രാങ്ക് കോൾ ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മി വിളിച്ചത്. അല്ല, അത് കാര്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് അങ്ങനെ ചോദിക്കണല്ലോ. ഇപ്പൊ നിങ്ങളുടെ പേരിലാണ് ഇപ്പൊ വേറൊരു അടി നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല കേട്ടോ, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ ബാധിക്കുന്ന, എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ കാണാറില്ല. സോ
ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ഇതിന് ശ്രീലക്ഷ്മി പറഞ്ഞൊരു ഉത്തരം കേൾക്കണോ? കാവ്യമാധവനുള്ളപ്പോ നവ്യ നായർ വന്ന എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അയ്യോ കൊള്ളാം. അടിപൊളി. കാവ്യ ചേച്ചി നവ്യ ചേച്ചിയൊക്കെ വെച്ചിട്ട് നമ്മളെ അയ്യോ അങ്ങനൊന്നും വേണ്ട. ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ ഓക്കെ ശരി. അപ്പൊ ശ്രീലക്ഷ്മി കമന്റുകളൊന്നും വായിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഈ കമന്റുകൾ വരുന്ന മുഴുവൻ നെഗറ്റീവ് കമന്റുകളാണ്. അപ്പൊ സമൂഹത്തിന് മുന്നിൽ ഈ സോഷ്യൽ മീഡിയ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അല്ലെങ്കിലും. അപ്പൊ ഇങ്ങനെ തന്നെ നിന്നാ മതി എന്നാണോ? അപ്പൊ നമുക്ക് മുന്നോട്ട് ഇനിയും പോകണം, നല്ലൊരു വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അപ്പൊ അതിനുള്ള കാലിബർ ഉണ്ടെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നുന്നുണ്ടോ? ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ലൈഫ്? ഇങ്ങനെയാണ് നിന്നാ മതിയോ? നല്ല വേഷങ്ങൾ തേടി പിടിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. നല്ല വേഷങ്ങൾ കിട്ടിയാൽ ചെയ്യും. നല്ല വേഷങ്ങൾ വരണേന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കോമാളിയാണെന്നോ എനിക്ക് അങ്ങനെ തോന്നില്ല എന്നെക്കുറിച്ച്. ഞാനൊരു ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ റീല് ചെയ്തോണ്ട് ഒരിക്കലും ഞാനല്ലാതാവുന്നില്ല. നല്ല വേഷങ്ങൾ കിട്ടിയാൽ ചെയ്യും. അപ്പൊ ആ നല്ല വേഷങ്ങളെ ചെയ്യുള്ളൂ. അങ്ങനെ അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ പുതിയ നമ്മുടെ മികവ് ഒന്നും കൂടി? അഭിനയം വലുതായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെതായ ഞാൻ വലിയ നടിയൊന്നും ആയിട്ടില്ല. അഭിനയം വലുതായിട്ട് അറിയുന്ന ആളല്ല. അപ്പം ഇനി നല്ലതാവണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടടാ. അതാണല്ലോ എൻ്റെ ലക്ഷ്യം തന്നെ. ഉണ്ട്. അപ്പോൾ നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഒരുപാട് സന്തോഷം. അപ്പോൾ ശ്രീലക്ഷ്മി ആയിരുന്നു നമ്മുടെ കൂടെ അതിഥിയായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റീൽസിൽ കാണുന്ന അല്ലെങ്കിൽ റീൽസിലെ നെഗറ്റീവ് കമൻസ് ഒന്നല്ല ഒരാളുടെ ലൈഫ് നിർണ്ണയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ പങ്കുവെച്ച ഓരോ വിശേഷങ്ങളും പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ശ്രീലക്ഷ്മി ഞങ്ങൾക്ക് വേണ്ടി പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിൽ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഉയരങ്ങളിലെത്തട്ടെ. താങ്ക്സ്.